എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഫൈസൽ വ്ളോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ മുഴുവനായിട്ടും എക്സാമിനേഷൻ്റെ ടൈമാണ്. ഇത് സ്റ്റുഡൻസിന് ആവശ്യമുള്ള ഒരു എപ്പിസോഡാണെങ്കിലും പൊതുവെ എല്ലാവർക്കും ഞാനൊരു വേർഡ്സ് ചാലഞ്ച്, ഇംഗ്ലീഷിലെ ചില വാക്കുകൾ പറയും. അതിൽ വാക്കിൽ സ്പെല്ലിങ് ഞാനൊരു 10 സെക്കൻഡ് സമയം ഒരു വേർഡ് പറഞ്ഞാൽ നിങ്ങൾ 10 സെക്കൻഡ് കൊണ്ട് അതിൻ്റെ സ്പെല്ലിങ് നിങ്ങൾക്ക് എത്രത്തോളം അറിയും എന്നുള്ളതിൻ്റെ ഒരു ചാലഞ്ചാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പുതിയ തലമുറയിലെ ആളുകൾ, നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ കൂടുതലായിട്ടും കാണാറുണ്ട് എഴുതുന്ന സമയത്ത് മലയാളമാണെങ്കിൽ അതിൻ്റെ തെറ്റുകൾ, വാക്കുകളിലുള്ള തെറ്റുകൾ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ചെറിയ വേർഡ് പോലും, വളരെ ഫെമിലിയറായ വേർഡുകൾ പോലും നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാറുണ്ട്. അപ്പം ഞാൻ ഒന്ന് പ്രൊണൗൺസ് ചെയ്യും വാക്ക്. ആ പ്രൊണൗൺസ് ചെയ്യുന്ന വാക്ക് നമുക്ക് അഥവാ നിങ്ങൾക്ക് എത്രത്തോളം അറിയും എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 15 വേർഡ്സ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. കോമൺ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഇതൊരു ചാലഞ്ചാണ്. ഈ 15 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ പറയാൻ പറ്റുമെന്നുള്ള ഒരു ചാലഞ്ചാണ് ഇവിടെ തുടങ്ങുന്നത്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും നല്ല പ്രമുഖരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതുമ്പോൾ, മലയാളമാണെങ്കിലും ഇംഗ്ലീഷാണെങ്കിലും, ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒത്തിരി, പ്രത്യേകിച്ചും മലയാളത്തിൽ തെറ്റുകൂടാതെ ഒരു 2 പാരഗ്രാഫ് എഴുതുന്നവർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം അശ്രദ്ധകൾ നമ്മളെ ഒരു ജഡ്ജ്മെൻറ്റ്, നമ്മളെപ്പറ്റി കാണുന്ന ആളുകൾക്കുള്ളൊരു ജഡ്ജ്മെൻറ്റ്, ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഇതിലേക്ക് കടക്കുകയാണ്. വെറും 10 സെക്കൻഡ് കൊണ്ട് പറയുന്ന വാക്കുകൾ, ഇംഗ്ലീഷിലെ വളരെ പരിചിതമായ ഈ വേർഡ്സ് നിങ്ങൾക്ക് സ്പെല്ലിങ് തെറ്റുകൂടാതെ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് ഡിപ്പോ. നമുക്കറിയാം, KSRTC ഡിപ്പോ അല്ലെങ്കിൽ മറ്റ് ഡിപ്പോകളൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. ഡിപ്പോ എന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ സ്പെല്ലിംഗ് ഡിപ്പോയുടെ സ്പെല്ലിംഗ് DEPOT. DEPOT. ടി അവിടെ നമ്മൾ സാധാരണ മറന്നു പോകും. സാധാരണ എത്ര ഈ ചാലഞ്ച് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ DEPO എന്നാണ് സാധാരണ പറയാറുള്ളത്. കറക്റ്റ് DEPOT. അടുത്ത വേർഡ് വാക്യം. മനസ്സിലായി തോന്നുന്നു. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. വാക്യം ക്ലീനറൊക്കെ പറയാറുണ്ട്. അതിൽ വാക്യം എന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അതിൻ്റെ സ്പെല്ലിംഗ് VACWM. അതാണ് അതിൻ്റെ ആ വേർഡിൻ്റെ സ്പെല്ലിംഗ്. അടുത്ത വാക്ക് റിസീവ്. സാധാരണ കുട്ടികൾക്കൊക്കെ സ്കൂളുകളിൽ SSLC ബുക്ക്, TC ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ആ റിസീവ്ഡ് മൈ TC എന്നൊക്കെ എഴുതി കൊടുത്ത് സൈൻ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് റിസീവ് എന്ന് പറയുന്നത്. അതിൽ സ്പെല്ലിങ് RECEIVE. അതാണ് സ്പെല്ലിങ്. അടുത്തത് ഫുൾഫിൽ എന്ന വേർഡാണ്. ഫുൾഫിൽ. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് FULFIL. തെറ്റാൻ ചാൻസ് ഉള്ളത് ലാസ്റ്റ് ഡബിൾ L ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വളരെ പരിചിതമായൊരു വേർഡാണ് ഇൻ്റർവെൽ. ഇൻ്റർവെൽ. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് INTERVAL ആണ്. EL എന്ന് വെക്കാൻ സാധ്യതയുണ്ട് എഴുതാൻ. ഇൻ്റർവെൽ.
അടുത്തത് 40. നമ്മൾ പറയും 40, 40. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് FORTY. അവിടെ മിസ്റ്റേക്ക് വരുത്താനുള്ള സംഗതി FOUR പറയും. FOUR ഫോറിന് മാത്രം ഉപയോഗിക്കൂ. 40 എഴുതുമ്പോൾ നമ്മൾ FORTY 40. നെക്സ്റ്റ് വേർഡ് വളരെ കോമൺ ആണ്. മലയാളത്തിൽ 12ാമത്തേത്, ഇംഗ്ലീഷിൽ 12th. അതിൽ TWELFTH അതാണ് അതിൻ്റെ സ്പെല്ലിങ്. നെക്സ്റ്റ് വേർഡ് സൂപ്രണ്ട്. നമ്മൾ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന വാക്കാണ് സൂപ്രണ്ട്, അല്ലെങ്കിൽ പോലീസ് സൂപ്രണ്ട്. സൂപ്രണ്ട് എന്നതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് SUPERINTENDENT. അതാണ് സൂപ്രണ്ടിൻ്റെ സ്പെല്ലിങ്. അത് പഠിക്കാൻ വളരെ ഈസി ആയുള്ള ടെക്നിക്ക്. സൂപ്രണ്ട് എന്നുള്ളത് സൂപ്പർ ഇൻറ്റൻഡൻറ്റ്, അത് പഠിച്ചാൽ മതി. അപ്പോൾ സ്പെല്ലിങ് നമുക്ക് കറക്റ്റിൽ കിട്ടും. ഇതൊക്കെ പലപ്പോഴും നമ്മൾ അശ്രദ്ധ കൊണ്ട് തെറ്റിക്കുന്ന വാക്കുകളാണ്. അടുത്ത വേർഡ് കാഷ്വാലിറ്റി. നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന വാക്കാണ്, സ്ഥിരമായിട്ട് കാണുന്ന വാക്കാണ് കാഷ്വാലിറ്റി. CASUALTY. അടുത്ത വേർഡ് കരിക്കുലം. നമുക്കറിയാം കരിക്കുലം കമ്മിറ്റി, കരിക്കുലം ഗ്രൂപ്പൊക്കെ പറയാറുണ്ട്. കരിക്കുലം CURRICULUM. അതാണ് കറക്റ്റ് സ്പെല്ലിങ്. അടുത്തത് നമ്മുടെ വീടുകളിൽ നമ്മൾ സ്ഥിരവും കാണുന്ന, ഡെയിലി കാണുന്ന സാധനമാണ് കലണ്ടർ. കലണ്ടറിൻ്റെ സ്പെല്ലിങ് കലണ്ടർ സ്പെല്ലിങ് CALENDAR, കലണ്ടർ. അടുത്തൊരു വേർഡ് പറയാം, നെസസറി. നെസസറിയുടെ സ്പെല്ലിങ് അത്യാവശ്യം എന്നുള്ള മലയാളം മീനിങ് NECESSARY. അതാണ് നെസസറിയുടെ സ്പെല്ലിങ്. അടുത്തത് അക്കോമഡേഷൻ. അക്കോമഡേഷൻ്റെ സ്പെല്ലിങ് ACCOMMODATION. ഷെഫ്. നമുക്കറിയാം ഭക്ഷണം പുതിയ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. ഷെഫ്, CHEF. അടുത്തത് കോമൺ ആയിട്ട് ചില ആളുകൾ തെറ്റിക്കുന്ന വേർഡാണ് ഡൗട്ട്, സംശയം. DOUBT, ഡൗട്ട്. ഇപ്പോൾ കൂടുതലും ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഫുട്ബോളിൽ എല്ലാവരും ഉപയോഗിക്കുന്ന വേർഡാണ് ഹാട്രിക് എന്ന് പറയുന്നത്. ഹാട്രിക്കിൻ്റെ സ്പെല്ലിംഗ് എന്താ? HATTRICK. ഓർക്കാൻ ടെക്നിക്ക് ഹാട്രിക്. മറ്റൊരു വേർഡ് വീടുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കത്തി, നൈഫ്. വേർഡ് നൈഫ് എന്നാ. KNIFE, നൈഫ്. മറ്റൊരു വേർഡ് ശത്രുത. എനിമി നമുക്കറിയാം ശത്രുത, enmity.
BNMITY. മറ്റൊരു വേർഡ് ബൊക്കെ. നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ബൊക്കെ. സ്പെല്ലിംഗ് BOUQUET ആണ് ശരിക്കും അതിൻ്റെ സ്പെല്ലിംഗ്. ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വേർഡാണ് ബൊക്കെ. മറ്റൊരു വേർഡ് നമുക്കറിയാം, സുനാമി. ഉപയോഗിക്കുന്ന വാക്കാണ് സുനാമി. TSUNAMI. ഏതായാലും ഇത് നമ്മൾ വെറുതെ സാധാരണ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ചിലപ്പോഴൊക്കെ നമ്മൾ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന തെറ്റുകൾ, അത് കാണുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എക്സാമിനേഷൻ ടൈമാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും തെറ്റുകൾ പരമാവധി നമുക്ക് ഒഴിവാക്കാം ആൻസർ ഷീറ്റിൽ. അതേപോലെ തന്നെ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കേണ്ട വേർഡുകൾ തന്നെയാണ്. ഇതൊരു ചാലഞ്ചായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചു നോക്കുക. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം അവർക്ക് ഇതിൻ്റെ സ്പെല്ലിങ് അറിയാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഏതായാലും എൻ്റെ വീഡിയോ കണ്ടവരിൽ കുറേ ആളുകൾ മുഴുവനായിട്ടും ശരിയാക്കിയിട്ടുണ്ടാവും, ചില ആളുകൾക്ക് ചില വേർഡുകൾ തെറ്റിയിട്ടുണ്ടാവും. എന്നാലും ഇനിയും ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. എക്സാമിനേഷൻ ടൈമാണ്, കുട്ടികൾ പ്രത്യേകം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് പുതിയ അറിവുകൾ ലഭിക്കട്ടെ. ഫൈസൽ വ്ളോഗർ ഈ അവസരത്തിൽ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബെലൈക്കൺ എനേബിൾ ചെയ്താൽ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു.